ബേർഡ് പോലും മൊത്തം വെളിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവമൊന്നുമില്ല, കാര്യം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഫിഷിങ്ങിനൊക്കെ പോകുന്നുണ്ട്, പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും കിട്ടാത്ത കാരണമാണ് നമ്മൾ ഈ വീഡിയോ ഇടാത്തത്. കുറേ വീഡിയോസ് അങ്ങനെ കിടപ്പുണ്ട്, ഞാൻ എടുത്തിട്ടേക്കുന്നത് തന്നെ ഒരു ചെവിള് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ നമുക്ക് വീഡിയോ ഒന്നും ക്യാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കണ്ടൻറ്റില്ലാതെ പിന്നെ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് കൂരിവാളയൊക്കെ മറിയുന്നൊരു സൈഡിൽ വന്നേക്കാണ്. അപ്പോൾ അതിന് പിന്നെ എല്ലാവരും ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമല്ലോ. ഞാൻ ശരിക്കും ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്, പക്ഷേ നടന്നില്ല. എന്തുകൊണ്ടോ നമുക്ക് മീനൊന്നും കിട്ടാത്ത കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് പറയുകയാണ്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു പുതുവർഷമാണ് ഇനി നമുക്ക് മുന്നിലോട്ട് വരാനുള്ളത്. അപ്പം നല്ലൊരു ന്യൂ ഇയറും കൂടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ കിടക്കാം. ഇതാണ് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്ന സ്പോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അഖിലുമുണ്ട്, എൻ്റെ അനിയൻ അജിത്തുണ്ട്, പിന്നെ വേറെ 2 പേര് വരാനുണ്ട്. അവർ ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തീറ്റയൊക്കെ എന്തോന്ന് കാണണ്ടായോ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തീറ്റ കേട്ടോ. അതായത് മൈദയും കുറച്ച് എസൻസ്, 2 എസൻസ്, പൈനാപ്പിളിൻ്റെ എസൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഇവർ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താണ്ടെ നമ്മുടെ അഖിലുണ്ട്, പിന്നെ അജിത്തുണ്ട്. ഇത് കണ്ടില്ലേ, മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലോട്ടൊക്കെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട്. ഞങ്ങൾക്ക് 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഒരു മീൻ അടിച്ചായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു മീൻ അടിച്ചായിരുന്നു. അപ്പം വിചാരിച്ചെന്നാൽ ഇവിടെ വന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കണ്ടില്ലേ, ഇതിങ്ങനെ കുറച്ചെടുത്തിട്ട് ഓരോ ചൂണ്ടയിലാട്ടാക്കി എടുക്കും. ഇതിന് ഇവിടെ പറയുന്നത് മുന്തിരിക്കൊലയെന്ന്. അപ്പം ഞങ്ങളും മുന്തിരിക്കൊലയെന്ന് തന്നെ നമുക്കും പറയാം. അല്ലേ നല്ലത്. നേരെ ആണെങ്കിൽ ഇങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനെ ആക്കി ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കും. ഇതാണ് പരിപാടി. വേണ്ട കണ്ടില്ലേ, ഇതേപോലെ അങ്ങനെ മുന്തിരിക്കൊല പോലെ ആക്കി എടുത്തിട്ടാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. അങ്ങനെ കണ്ട നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കാസ്റ്റ് ഇതാണ്ട് അഖിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നിനും ഇടപെടുന്നില്ല, നല്ല അഖിലിനെ ഏൽപ്പിച്ചേക്കുക. ഇന്ന് ഫുൾ കൺട്രോൾ അഖിലിൻ്റെ ഇല്ല. ഓക്കെ, അങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും മീനടിച്ച് ഇവിടുന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്, ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വെച്ച്. ഓക്കെ, ഡ്രാഗൊക്കെ സെറ്റ് ചെയ്ത് ബെല്ല് വെക്കാണ്ട് ബെല്ല് വെക്കട്ടെ. അവിടെ ഉറങ്ങാണ്ടൊന്നും കിലിങ്ങിയായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ ബെല്ലും കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മുടെ നൂലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ചൂണ്ടെറിഞ്ഞിട്ടുണ്ട്, കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അല്ല നൂല് ലൂസായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അറിയില്ല. ഓക്കെ, ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഒഴുക്കൊണ്ട് ഇറക്കമാണ് ഇപ്പോൾ. എന്താണ് ഞാൻ പറഞ്ഞ 2 പേര് നമുക്ക് ഈ സൈറ്റ് പരിചയപ്പെടുത്തി തന്ന ഇവരാണ്. എന്നിട്ട് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്നു. പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്ന പോലെ മൈദ കഴിച്ചോണ്ടിരിക്കുന്നത്. നല്ല ടൈറ്റാണ്. സൂര്യനാ മൊത്തം. എന്താ പരിപാടി? അതെന്തത്? വെരി ഗുഡ്. ഇപ്പം കാസ്റ്റ് ചെയ്തത് നൈസ് സ്ഥലത്താണ്. അവിടെ മീൻ മറിയുന്നുണ്ടായിരുന്നു, എടുത്താൽ മതിയായിരുന്നു. ഗീസ്, ഞങ്ങൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഹാൻഡ് ലൈനിലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ നൂലിനകത്താണ് കയറിയത്. നൂലിനകത്ത് കയറി. ഇപ്പം നല്ല ഇരുട്ടായി കേട്ടോ.
മീനുണ്ട്. ആ അടുത്ത് വന്നിട്ടുണ്ട്. ഓ ഭയങ്കര അടി. ഇത് നിൻ്റെ അകത്തും അടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അല്ല നിൻ്റെ നൂല് അങ്ങനെ ഞാൻ തട്ടിയായിരുന്നു. ഓക്കെ. അതിന് കുറച്ച് വിട്ടു കൊടുക്കട്ടെ. അല്ല ഇതിപ്പം ആണ്ട ഇങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട് സാധനം. പക്ഷേ ഇത്തിരി ടൈം കൊടുക്കണം. ഹാൻഡ് ലൈനും കൂടെ ആയതുകൊണ്ട് അമ്മേ ഞാൻ പറഞ്ഞു. ആ അതാണ്ട് നല്ല പരിചയമുള്ള റോഡാണല്ലോ. അതിൻ്റെ ഇടയ്ക്കൂടെ വവ്വാലും കൊള്ളാം. കുളവാഴ കേറട്ടെ. അതിലെ പായലിനകത്ത് ഉടക്കിയാടാ. ആ ഇനി വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് വന്നിട്ടുണ്ട്. കാല് നോക്കണേ. കിട്ടിയോ? വട്ടം തപ്പി പിടിച്ച്. ഓക്കെ കയറി. ഇതാണ്ടുണ്ട് മക്കളെ നമ്മുടെ ഗൂരിപ്പാട. ഓ കൈപാടാ കണ്ടടക്കുന്നുണ്ട്. എന്താ ഹുക്ക് നല്ലപോലെ കയറിയിട്ടുണ്ട്. അണ്ണാക്കില്ല. കൈ കയറി പറഞ്ഞില്ലേ? അല്ല അത് കുഴപ്പമില്ല. അണ്ണാക്കില്ലടാ. പൊട്ടിച്ചു വിട്ടാലേ പറ്റുള്ളൂ തോന്നുന്നു. അണ്ണാക്കില്ല. ഓ അങ്ങ് ഇരിക്കുക ചൂണ്ട. അപ്പം പൊട്ടിച്ചു നൂല് പൊട്ടിച്ചു വിടണം. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. യവനാണ് ആള്. ഒരു രക്ഷയില്ല. ഈ തലതല്ലി ചാവാൻ പോവാണ്. എന്നാ അങ്ങോട്ടാണ് മാറ്റി. എവിടെ ഇടാണ്? അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് വിരാമം. നമുക്ക് ഒരെണ്ണത്തിന് അങ്ങനെ അടിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെയും ഞങ്ങൾ 2 എണ്ണം കൂടി എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. സോറി 3 ഒരെണ്ണം അവിടെ ഹാൻഡ്ലൈനിലിട്ടേക്കുക. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കുയിസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. കാര്യം ഒരുപാട് ലേറ്റായി. 8 മണിയോളം ആയിപ്പോൾ. അപ്പോൾ ഇനി ഇട്ടുകൊണ്ടിരുന്നിട്ടും കാര്യം വലിയ ഗുണമൊന്നുമില്ല. ഇനി കൊത്തുന്ന കേട്ടട കൊത്തൊക്കെ കൂടുതലും കിട്ടുന്നത്. കരോളുകാർ അപ്പുറത്ത് ഭയങ്കര ബഹളം. ഇന്ന് ക്രിസ്മസ് ആയിട്ടും കരോളുകാരൊക്കെ ഇറങ്ങും, അറിയില്ല എന്തായാലും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്ത് കാലിലൊക്കെ ഒന്ന് വരുന്നേ? ഇതാണ്ടടക്കം നമ്മളെ ചെറുക്കൻ ചത്തില്ല കേട്ടോ. ഒരു ചത്തിട്ടില്ല സത്യം. 8 മണിയായി. ടൂട്ടു അടിച്ച്. എന്താടോ പുള്ളിപ്പറക്കളമേ? പെല്ലറ്റ് വരെ എറിയുന്നു.
അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ.